ഓക്കെ, ഈ ചാപ്റ്ററിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വെൻ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഈസ് സൈലന്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? പാർട്ണർഷിപ്പ് എഗ്രിമെന്റിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുക? ഓപ്ഷൻ എ, ആക്റ്റീവ് പാർട്ണർ. Option B, partner who contributed largest amount of capital. Option C, guaranteed partner. Option D, none. Okay, your answer is option D, none. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സാധാരണ പ്രൊവൈഡ് ചെയ്യാറില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലന്റ് അബൌട്ട് സാലറി, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പാർട്ണർ വിൽ ഗെറ്റ് സാലറി? ഓക്കെ, സാലറിയെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്യില്ല, അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്നും പറയുന്നില്ല, അപ്പോൾ സാലറി ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുക? സോ സ്ലീപ്പിംഗ് പാർട്ണർ, ഓപ്ഷൻ ബി ആക്റ്റീവ് പാർട്ണർ, ഗ്യാരണ്ടീഡ് പാർട്ണർ, ഓപ്ഷൻ നൺ. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് നൺ ആണ്. ഓക്കെ, സാലറിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ ദ പാർട്ണേഴ്സ് ആർ നോട്ട് എൻറ്റൈറ്റിൽഡ്. ഓക്കെ, നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എനി റെമ്യൂണറേഷൻ. ഓക്കെ, റെമ്യൂണറേഷൻ. ഓക്കെ, ഒരു റെമ്യൂണറേഷനും പാർട്ട്നേഴ്സിന് പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, റൈറ്റ് എ ജേണൽ എൻട്രി ടു ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു പാർട്ട്ണർ എ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബീയിങ് ഫ്ലക്ച്വേറ്റിംഗ്. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മിസ്റ്റർ എ എന്ന് പറയുന്ന പാർട്ട്ണർക്ക് അയാൾക്ക് ചാർജ് ചെയ്യുന്ന, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഒരാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ക്യാപിറ്റൽ കൂടുന്ന ഒരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ദെൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ദാറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അത് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ്, ഒരു അക്കൗണ്ട് മാത്രമാണ് വരയ്ക്കുക. ഓക്കെ, നമുക്കറിയാം ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ക്യാപിറ്റൽ കൂടുന്ന കാര്യങ്ങൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. സോ ഒബ്വിയസ്ലി ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു പാർട്ണർ എ വിൽ ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഇവിടെ ബൈ ഐ മീൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം എയ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ ജേണൽ എൻട്രി വരുന്നത്, നമുക്കറിയാം ക്യാപിറ്റൽ കൂടണമെങ്കിൽ ക്യാപിറ്റലിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു എയ്സ് ക്യാപിറ്റൽ account. So this will be the journal entry. Okay. Next one, Firoz and Shaheen are partners in a firm. The firm did not have any partnership deed. Okay, അപ്പം ഒരു written partnership deed അവിടെ ഇല്ല. Specify how the following situations are treated. So first situation, sharing of profit and loss. Okay, so Firoz and Shaheen are partners and there is no profit sharing ratio. Okay, അവിടെ profit sharing ratio നെ കുറിച്ച് ഒന്നും പറയുന്നില്ല. But when there is profit or loss, how this profit or loss will be distributed, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി, ദാറ്റ് ഈസ് 1:1 ഈക്വലി എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ഗിവൺ ബൈ ഫിറോസ് ടു ദി ഫേം. ഓക്കെ, ഇഫ് ദിസ് ഈസ് ബിസിനസ്, ഈ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൂടാതെ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ ഫിറോസ്. ഓക്കെ, സോ അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ഗിവൺ ബൈ ഫിറോസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് ലോൺ ആയിട്ട് എമൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ കൂടെ വി ഹാവ് ടു പ്രൊവൈഡ് 6% ഓഫ് റിട്ടേൺ. സോ കേസ് 1 പ്രോഫിറ്റ് ഷെയറിംഗ് ഈക്വലി ആണ്. വാട്ട് അബൌട്ട് ഇൻട്രസ്റ്റ്? ഇറ്റ് വിൽ ബി 6%. ഓക്കെ, next question, partners capital account and current account are not maintained, ശ്രദ്ധിക്കണം. Okay, are not maintained separately under dash method of maintaining capital account. Okay, capital account prepare ചെയ്യാൻ നമുക്ക് രണ്ട് മാർഗങ്ങളാണുള്ളത്. Okay, that is called fixed capital method and fluctuating capital method.
So in case of fixed capital method, you have to maintain two accounts, that is called capital account and current account. But in case of fluctuating method, you have to prepare capital account only. Okay, capital account മാത്രം വരച്ചാൽ മതി. So നമ്മുടെ question, partners capital account and current account are not maintained. അങ്ങനെ separate prepare ചെയ്യേണ്ട ആവശ്യമില്ലാത്ത method ഏതാണ്? Okay, method of maintaining capital account ഏതാണ്? So that is fluctuating capital method. So answer is fluctuating capital method. Okay, next one. Under fixed capital method, interest on drawings is debited to dash account. Under fixed capital method, interest on drawings is debited to dash account. So answer is current account. Answer is current account. Because as per fixed capital method, you have to draw two accounts, that is called capital account and current account. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ചില കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബട്ട് ഈ ഒരു പർട്ടിക്കുലർ ഐറ്റം, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടിലാണ്. ഓക്കെ, കറണ്ട് അക്കൗണ്ടിലാണ്. സോ കറണ്ട് അക്കൗണ്ടിൽ ക്യാപിറ്റൽ കുറയുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ് എഴുതുക. സോ ഈ അക്കൗണ്ടിൽ, കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ ഈസ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. Next, what is the journal entry to be passed for transferring partner's salary to partner's capital account? പാർട്ട്ണറുടെ സാലറി പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ജേണൽ എൻട്രി എന്താണ്? നമ്മൾ ആലോചിക്കേണ്ട കാര്യം, സാലറി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന സമയത്ത് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടണം. ക്യാപിറ്റൽ അക്കൗണ്ട് കൂടണമെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ ജേണൽ എൻട്രി വിൽ ബി സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു partners capital account. Okay, next one, to form a partnership there must be at least dash persons. Option A 2 persons, B 3 persons, C 10 persons. So at least എന്ന് പറയുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന മിനിമം ആണ്. സോ മിനിമം 2 persons are required to constitute partnership. മിനിമം 2 പേരുണ്ടെങ്കിൽ നമുക്ക് പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. A document which contains the terms of partnership as agreed among the partners is called. നമ്മുടെ പാർട്ണർഷിപ്പ് ആയി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മെൻഷൻ ചെയ്യുന്ന ഡോക്യുമെന്റ് ഏതാണ്? 1 ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, 2 പ്രോസ്പെക്ടസ്, 3 പാർട്ണർഷിപ്പ് ഡീഡ്. സോ ഹിയർ ആൻസർ ഈസ് പാർട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് റിട്ടേൺ എഗ്രിമെന്റിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ പാർട്ട്ണർ ഹു ഹാസ് അഡ്വാൻസ്ഡ് എ ലോൺ ടു ദി ഫേം ഈസ് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് അറ്റ് ഡാഷ് പെർസെന്റേജ് per annum. ഓക്കെ, അപ്പം ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 6%. ഓക്കെ, then in the absence of agreement between the partners, profit and losses are shared by the partners. Option A equally. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Interest on capital is credited to dash account. Okay, interest on capital നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് എപ്പോഴും ക്യാപിറ്റൽ വോളിയം കൂടാനാണ് അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ account. So here answer is partners capital account. Okay, next question. Under the dash capital method, capital at beginning and capital at end will be different. Okay, ഇപ്പൊ 2 മെത്തേഡാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും മറ്റൊന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. In fixed capital method, you have to draw 2 accounts, that is called capital account and current account. In case of capital account, we will always disclose only 2 items, that is called capital at the beginning. Okay, capital at the beginning, that is balance brought down. Okay, balance brought down disclose ചെയ്യും. അതുപോലെ additional capital ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, capital accountൽ disclose ചെയ്യാറുണ്ട്. So this amount will be same. Okay, ആസ് ക്ലോസിംഗ് ബാലൻസ്. നമുക്ക് കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസും ഈ ഓപ്പണിംഗും എന്തായിരിക്കും, എപ്പോഴും സെയിം ആയിരിക്കും ഈ മെത്തേഡിൽ. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കും ഡിഫറെന്റ് ഏത് മെത്തേഡിലാണെന്നുള്ളതാണ്. സോ
ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്ങും ക്യാപിറ്റൽ അറ്റ് ദി എൻഡും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ഫോളോ ചെയ്യുന്ന അവസരങ്ങളിൽ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ബാലൻസ് ബ്രോ ഡൗൺ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാപിറ്റൽ കൂടുന്ന ഐറ്റങ്ങളെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ക്യാപിറ്റൽ കുറയുന്ന ഐറ്റങ്ങളെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതിനുശേഷം കിട്ടുന്ന വാല്യൂ നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഹിയർ ആൻസർ ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് ലോസ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. അപ്പം ഷെയർ ഓഫ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അത് ക്യാപിറ്റൽ കുറയുന്ന ഐറ്റം ആണ്. സോ ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. സോ ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ഇവിടെയാണ് നമ്മൾ ലോസ് കാണിക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, കറണ്ട് അക്കൗണ്ട് ഓഫ് ദി പാർട്ട്നേഴ്സ് നീഡ് നോട്ട് ബി ഓപ്പൺഡ് വെൻ ക്യാപിറ്റൽ ആർ ഡാഷ്. ഓക്കെ, രണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത മെത്തേഡ് ആണ് ഇതിന്റെ ആൻസർ. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലക്ച്വേറ്റിംഗ് capital method. Okay, the next one, partners are collectively known as. Okay, നമുക്കറിയാം പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിനെ നമ്മൾ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഇവരെ നമ്മൾ ഒരു ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയിട്ട് മാറുന്ന ഇൻഡിവിജ്വലി നമ്മൾ അവരെ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, പാർട്ട്നേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ബട്ട് ദേ ആർ collectively called firm. Here answer is firm. Next one, the maximum number is dash in case of carrying on banking business. Okay, നമ്മൾ ഇതിന്റെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് മിനിമം 2 persons are required, മിനിമം 2 ആണ്. then maximum will be 10 in case of banking business. Okay, 20 in other business. So your answer is 10 ആണ്. ബാങ്കിങ് ബിസിനസ്സിൽ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. Okay, next one, a partnership is the result of dash between 2 or more persons. So answer is it's a agreement between 2 or more persons. So it could be oral or it could be written. അത് നമ്മുടെ ഓപ്ഷൻ ആണ്. ഓറൽ ആവാം, റിട്ടൺ ആവാം.